അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി കാലടി മേഖലകൾ നേരിടുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുമെന്ന് LDF സ്ഥാനാർത്ഥി സാജു പോൾ. പ്രദേശത്തെ ടൂറിസം രംഗത്തെ മുരടിപ്പ് മാറ്റി പുതിയ ഉണർവ് നൽകുമെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അങ്കമാലി കാലടി മേഖലകൾ നേരിടുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുമെന്ന് LDF സ്ഥാനാർത്ഥി സാജു പോൾ. അങ്കമാലിയിൽ ഞാൻ സ്ഥാനാർത്ഥിയായ ശേഷം വളരെ ആവേശകരമായ ഒരു പ്രതികരണവും ആളുകളിൽ നിന്ന് അങ്ങേയറ്റം താല്പര്യപൂർവ്വമുള്ള അനുഭാവപൂർണമായ ഒരു സമീപനവുമാണ് ലഭ്യമായിട്ടുള്ളത്. നിശ്ചയമായും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമുണ്ടായ വികസന മുന്നേറ്റത്തോടൊപ്പം പെരുമ്പാവൂർ അങ്കമാലിക്ക് സഞ്ചരിക്കാൻ കഴിയാഞ്ഞതിലുള്ള വലിയ ഖേദവും പരിവേദനങ്ങളും നമ്മുടെ നാട്ടിലാകേണ്ട ഗതാഗതക്കുരുക്ക്, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ ടൂറിസം രംഗത്തെ മുരടിപ്പ്, വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ വന്യജീവി പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇതിലെല്ലാം ക്രിയാത്മകമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് അത്തരത്തിലുള്ളൊരു വികസന സംസ്കാരം നമ്മുടെ കാലടിയിൽ തന്നെ ഇത്രയേറെ ഗുരുതരമായ സാഹചര്യമായിട്ടും ഇപ്പോൾ 2 ടേമായിട്ട് നമ്മുടെ MP ഉൾപ്പെടെ MLA അടക്കം ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളായിട്ടും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനുള്ള എന്തെങ്കിലും ഒരു ആത്മാർത്ഥമായ ശ്രമം, അത്തരത്തിലൊരു നീക്കം. നമുക്ക് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയവും പരസ്പരം നമ്മൾ ആശയപരമായും അതുപോലെ രാഷ്ട്രീയമായും പോരടിക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം വികസന കാര്യങ്ങളിൽ യോജിച്ച് നീങ്ങുക എന്നുള്ള ഒരു നിലപാട് ഇവിടെ ഉണ്ടാകാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിലുള്ളത്. നമുക്ക് കാലടി, മലയാറ്റൂർ, അതുപോലെ ഈ ആദിശങ്കരൻ്റെ പേരിലുള്ള സംസ്കൃത സർവകലാശാല, നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, 2 നദികളുടെ വശ്യമനോഹരമായ സാമീപ്യം, അതുപോലെ വിമാനത്താവളം ഏറ്റവും അടുത്തുള്ള ഒരു മണ്ഡലം, ദേശീയപാത കടന്നു പോകുന്ന പ്രദേശം, ഇങ്ങനെ നിരവധി പ്രത്യേകതകളും പ്രാധാന്യവുമുള്ള ഒരു ഭൂപ്രദേശമാണ് അങ്കമാലി. പ്ലാന്റേഷൻ കോർപ്പറേഷനും അതുപോലെ തന്നെ മറ്റ് നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളും, കേരളത്തിലെ ഏറ്റവും വലിയ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മറ്റ് നിരവധിയായ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഉണ്ട ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരെ പ്രതീക്ഷ ഉള്ള ഒരു പ്രദേശമാണ്. ഭാവിയിൽ കൊച്ചി മെട്രോ ഒക്കെ അങ്കമാലിക്കും നെടുമ്പാശ്ശേരിക്കും എത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ അങ്ങനെ വികസന മുന്നേറ്റങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകേണ്ട അങ്കമാലിയിൽ അതിനൊന്നുമുള്ള ഒരു പ്രാഥമികമായ പരിശ്രമം പോലും, നമ്മളൊരു മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ 25-50 വർഷത്തേക്കൊക്കെയുള്ള മാസ്റ്റർ പ്ലാനാണ് പലപ്പോഴും നമ്മൾ തയ്യാറാക്കുന്നത്. അങ്ങനെയൊന്നുമുള്ള ഒരാലോചനയും താൽക്കാലികമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, കുറേ വാദകോലാഹലങ്ങൾ, വിവാദങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമുക്ക് ഏത് കാര്യത്തിൻ്റെയും ഇപ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, ദീർഘകാല പ്രത്യാഘാതങ്ങൾ, ഒരു പ്രശ്നത്തിൻ്റെ പ്രത്യക്ഷ ഫലങ്ങൾ, അതോടൊപ്പം തന്നെ പരോക്ഷ ഫലങ്ങൾ, ഇതെല്ലാം പരിശോധിക്കാനും ആ രീതിയിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും കഴിഞ്ഞാൽ വളരെയേറെ ശോഭനമായൊരു ഭാവിയും വികസന മുന്നേറ്റവും സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രദേശമാണ്. അപ്പോൾ അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആവിഷ്കരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. കാലടി സമാന്തര പാലം പൂർത്തിയാകുന്നതോടെ ഈ പഴയ പാലത്തിലെ പോരായ്മകൾ കുറേയേറെ പരിഹരിക്കപ്പെടും. പക്ഷേ കാലടിയിൽ കൂടി അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം മാത്രമായിട്ടല്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം അങ്കമാലിയിൽ നിന്ന് കണ്ടെയ്നർ ലോറികളും മറ്റും ഇതിൽ തിരിച്ചുവിടുന്നതാണ്. അത് സീപോർട്ട് എയർപോർട്ട് റോഡ് പൂർത്തിയായാൽ മാത്രമേ ആ പ്രതിഭാസം നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ വലിയ തുടക്കം കുറിച്ച് അതിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നാനാരീതിയിൽ ഇപ്പോൾ നമുക്ക് മലയാറ്റൂർ കോടനാട് പാലം ഇല്ലാതിരുന്നെങ്കിൽ എന്നിപ്പോൾ ചിന്തിക്കാൻ കഴിയുമോ? ആ പാലം വരും, എത്രയോ വർഷമായിട്ടുള്ളൊരാവശ്യമാണ്. പെരുമ്പാവൂർ എൻ്റെ പിതാവും ഇവിടെ സഖാവ് AP കുര്യനും MLA-മാരായിരിക്കുമ്പോൾ മുതൽ ഉണ്ടായിരുന്നൊരാവശ്യമാണ്. അപ്പോൾ അങ്ങനെ നാനാരീതിയിൽ ഏതെങ്കിലും ഒരു ഒറ്റമൂലി പ്രയോഗത്തിലൂടെ പരിഹരിക്കാൻ കഴിയില്ല. നാനാരീതിയിൽ അങ്കമാലി ബൈപ്പാസും അതുപോലെ തന്നെ സീപോർട്ട് എയർപോർട്ട് റോഡും കാലടിയിൽ ഈ ഗതാഗതക്കുരുക്കിന് സമാന്തര പാലത്തോടനുബന്ധിച്ചുള്ള റോഡ് നമ്മൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ പാലത്തിൽ നിന്ന് എയർപോർട്ട് റോഡിലേക്കുള്ള ഒരു ബൈപ്പാസാണ്.
അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചതുമാണ്. പക്ഷേ അന്നത്തെ നമ്മുടെ MP-യും അതുപോലെ ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും എല്ലാം ഉൾപ്പെടെ അതിന് അനുകൂലമായ നിലപാടെടുക്കാതെയാണ് അത് ആ രീതിയിൽ അവസാനിച്ചത്. അന്നത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതിനോട് യോജിപ്പായിരുന്നില്ല. അന്ന് പെരുമ്പാവൂർ ഞാനും ഇവിടെ ജോസിയേട്ടനായിരുന്നല്ലോ MLA-മാർ. ഞങ്ങൾ അതിനുവേണ്ടി അതിശക്തമായിട്ട് നിലകൊണ്ടതാണ്. അന്ന് 42 കോടി രൂപ പാലം നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊന്നും മറ്റ് രാഷ്ട്രീയ വിവാദവും കലർത്താതെ നമുക്ക് എല്ലാവർക്കും യോജിച്ച് സഹകരിച്ച് ഇത്തരം വികസന പ്രശ്നങ്ങളിൽ അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തി യഥാർത്ഥത്തിൽ MC റോഡ് വൈഡനിങ് 2000-ൽ ആരംഭിച്ച് KSTP-യുടെ ആഭിമുഖ്യത്തിൽ അന്ന് PJ ജോസഫ് സാറാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ആ കൂടെ കാലടിയിലും അങ്കമാലിയിലും മൂവാറ്റുപുഴയിലും നടക്കാതിരുന്നതിൻ്റെ കൂടി ദോഷഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അന്ന് പെരുമ്പാവൂർ ഞങ്ങളത് കാലടി കവല, ഇവിടെ ഇത് കാലടിയാണെങ്കിൽ കാലടി കവല പെരുമ്പാവൂരാണ്. ആ കാലടി കവലയിൽ ഞങ്ങളത് നടപ്പാക്കി. അവിടെയുള്ള പഴയകാല കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു നീക്കി. അത് ഇവിടെ ചെയ്തില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ നമുക്ക് ഏറ്റവും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കുറച്ച് ആഘാതം വരുന്ന വിധത്തിൽ ഈ കാര്യങ്ങൾക്കൊക്കെയുള്ള പ്രതിവിധികൾ കണ്ടെത്തണം. അതിനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും. അതിപ്പോൾ എന്നെപ്പോലെ ഒരാളല്ല പറയേണ്ടത്. ഇതിനൊക്കെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള ഈ വിഷയങ്ങളിലൊക്കെ പരിജ്ഞാനമുള്ള എൻജിനീയർമാരും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിക്കൊണ്ട് അവരാണ് ആ രീതിയിൽ പറയേണ്ടത്. അത് ഏതൊക്കെ രീതിയിൽ സാധ്യമാകും എന്നുള്ളത് നമുക്ക് നിശ്ചയമായിട്ടും പരിശോധിക്കാം. പ്രദേശത്തെ ടൂറിസം രംഗത്തെ മുരടിപ്പ് മാറ്റി പുതിയ ഉണർവ് നൽകുമെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.